ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 37:12 മുതൽ 14 വരെ. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളിച്ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ മുഖേന യഹൂദ ജനത്തിനുണ്ടായ അരുളപ്പാട് നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനമായ നമുക്കും അതിൽ നിന്ന് വലിയൊരു ദൂത് ലഭിക്കാനുണ്ട്. ഈ വേദഭാഗത്തു നിന്നും നമുക്ക് ഉള്ള കർത്താവിൻ്റെ അരുളപ്പാടുകൾ വ്യക്തമായി അടർത്തിയെടുക്കാം. കേബാർ നദീതീരത്ത് പൗരോഹിത്യ കുടുംബത്തിൽ പിറന്ന യെഹെസ്കേൽ പറയുന്നു, തൻ്റെ ജീവിതത്തിലെ ആശയെല്ലാം നശിച്ചിരിക്കുകയാണ്. ഏകദേശം 30 വയസ്സ് യെഹെസ്കേലിന് അന്ന് ഉണ്ടായിരിക്കണമെന്നാണ് വേദപഠിതാക്കളുടെയൊക്കെ അഭിപ്രായം. ആലയമില്ലാതെ ഇരുന്നതിനാൽ ആരാധനയുമില്ലായിരുന്നു. യെഹെസ്കേലിന് പ്രത്യേക ശുശ്രൂഷ ഒന്നുമില്ല. പൗരോഹിത്യ കുടുംബത്തിൽ പിറന്നു എങ്കിലും ആലയത്തിൽ നിന്ന് അകന്ന് ജീവിച്ചതുകൊണ്ട് പ്രവാസിയാണ്. ഒരു തടവുകാരനായി രാജാവ് കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷയില്ലാതെ തടവറയിൽ പ്രവാസിയായി കഴിയുമ്പോൾ ആശയെല്ലാം നശിച്ച സമയത്ത് അവന് വേണ്ടി ദൈവം സ്വർഗം തുറന്നു എന്ന് ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നു. അനേക കാര്യങ്ങൾ ദൈവം യെഹെസ്കേലിനെ കാണിച്ചു. 37 അധ്യായത്തിൽ ചില വാഗ്ദത്തങ്ങളെ ദൈവം നൽകുന്നു. പ്രത്യാശയുടെ ദൂത് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. പ്രവാചകനെ ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ കൂടെ നടത്തി അവനൊരു വലിയൊരു കാഴ്ചപ്പാട് കൊടുത്തു. അസ്ഥികൾ ജീവിക്കുന്ന ഒരനുഭവം ദർശനത്തിൽ കൂടി ദൈവം നൽകി. അതിനുശേഷമുള്ള ഒരു അരുളപ്പാട് 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു: എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. എല്ലാ ആശയും നശിച്ചപ്പോൾ പ്രത്യാശയുടെ വാക്കുകളാണ് പ്രവചനത്തിൽ കൂടി ദൈവം നൽകുന്നത്. നശിച്ചു പോകുമെന്ന് ചിന്തിച്ച് ആകുലപ്പെടുമ്പോൾ പ്രവാസികളായവർക്ക് ആശയുടെ ദൂത് ദൈവം നൽകി. ശവക്കുഴി തുറക്കുമെന്ന് നാം ഈ വാക്യത്തിൽ വായിക്കുന്നത് ആശയറ്റ് ശുഷ്കിച്ച് ആത്മീകമായി മരണമടയുമ്പോൾ ശവക്കുഴി മാത്രമേ മുൻപിലുള്ളൂ. മനുഷ്യ ശരീരം ജീവനില്ലാത്തതാകുമ്പോൾ മണ്ണിനകത്ത് മൂടുകയാണ്. ദുർഗന്ധം വമിക്കാതിരിക്കാനും അഴുകിപ്പോകുന്ന അവസ്ഥ മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു വയ്ക്കാനും ഇത് സഹായിക്കുന്നു. മനുഷ്യരെ കൊണ്ട് ഇത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ശാസ്ത്രജ്ഞനോ ഡോക്ടറോ പ്രഭുവോ രാജാവോ ആരായിരുന്നാലും ഇപ്രകാരമേ സാധിക്കൂ. എന്നാൽ ആശയറ്റ സമൂഹത്തിനൊരു ദൂത് ദൈവം നൽകുന്നു: ശവക്കുഴിയെ അവൻ തുറക്കും. പലപ്പോഴും നമ്മുടെ അകൃത്യങ്ങളെ നമ്മൾ മൂടിവെക്കും. ആദിമ മാതാപിതാക്കൾ മുതൽ മൂടി വയ്ക്കാനുള്ള ശ്രമമുണ്ട്. ജീവിതത്തിൻ്റെ അധപ്പതിച്ച കാര്യങ്ങൾ മൂടിവെക്കാനേ ലോകത്തിലെ സാധാരണക്കാർക്കായാലും വലിയവർക്കായാലും സാധിക്കുള്ളൂ. എന്നാൽ ഇതിനെ തുറക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. വെളിപ്പാട് പുസ്തകം പറയുന്നു, പുസ്തകം തുറക്കാൻ യോഗ്യനായി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്.
അവൻ പ്രവാചകനിൽ കൂടി പറയുന്നു, ജനമേ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. ഉണർവിൻ്റെ ആദ്യ അനുഭവം തുറക്കുന്ന അനുഭവമാണ്. തുറക്കാതെ ഒരു ഉണർവ് ഉണ്ടാകില്ല. മായ്ച്ചു കളഞ്ഞാലോ ഒട്ടിച്ചു വെച്ചാലോ കീറിക്കളഞ്ഞാലോ ഉണർവാകുന്നില്ല. ഉണർവ് ഉണ്ടാകണമെങ്കിൽ ആ പേജുകൾ തുറന്നേ മതിയാകൂ. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ശമരിയാക്കാരി സ്ത്രീ കിണറ്റിനരികെ വന്നു. അറിയാത്ത കാര്യങ്ങളെല്ലാം മൂടി ലോകത്തിന് മുൻപിൽ മറച്ചു വച്ചിരിക്കുകയാണ്. ആരും വെള്ളം കോരാൻ വരാത്ത സന്ദർഭത്തിൽ അവൾ വെള്ളം കോരാൻ കിണറ്റിനരികെ വന്നു. കർത്താവിനെയാണ് അവൾ കണ്ടുമുട്ടിയത്. കർത്താവ് അവളെ ഉയർത്താൻ തീരുമാനിച്ചു. പ്രത്യാശ അറ്റുപോയ ആ ശവക്കുഴി തുറക്കാനാണ് കർത്താവ് തീരുമാനിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പുറംമോടികളെ, അല്ലെങ്കിൽ ആത്മീയതയുടെ പുറംമോടികളെയെല്ലാം ദൈവം ഒന്ന് പൊളിച്ച് അടുക്കുന്നതായി നമ്മളവിടെ കാണുന്നു. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നമ്മെ തുറക്കാൻ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പത്രോസിനോട് ചോദിക്കുന്ന, യോഹന്നാന്റെ മകനായ ശിമോനെ, അധികമായി ഇവരെക്കാൾ അധികമായി, അല്ലെങ്കിൽ ഇവയേക്കാൾ അധികമായി നിനക്കെന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഞാൻ നിന്നോട് കൂടെ നിൽക്കുമെന്നും നിന്നെ ഒരു നാളും തള്ളിപ്പറയില്ലെന്നും പറഞ്ഞ പത്രോസ് അവിടെ തോൽവി അടഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ശിമോൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് 3 പ്രാവശ്യം ചോദ്യങ്ങളിലൂടെ അവനെ ഇൻ്റർവ്യൂ ചെയ്തു. പത്രോസെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൻ്റെ ചില അധ്യായങ്ങളെ കർത്താവ് തുറക്കാനും ജീവിതത്തിലെ തോൽവികളെ കാണാനും പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന ഭാഗമാണിത്. ആകാത്തതും അശുദ്ധമായതും മറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളെ തുറന്നെങ്കിലേ ഉണർവ് ഉണ്ടാകുകയുള്ളൂ. 37-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. പരാജയങ്ങളെ തുറന്ന് ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ശവക്കുഴി തുറന്ന് അതിൽ നിന്ന് കരകയറ്റാനാണ്. ആ കുഴിയിൽ നിന്നും പൊക്കിയെടുക്കുന്നതായ ഒരു കരമുണ്ട്. സഭയുടെയും സമൂഹത്തിൻ്റെയും മുൻപിൽ ഒരുപക്ഷെ ഇത് അസാധ്യമെന്ന് തോന്നാം. എവിടെയെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ പ്രദർശിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തുറന്നാൽ അവിടെ നിന്നും കൈ നീട്ടി വിടുവിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ദേവാലയത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. മകനെ, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണെന്ന് കർത്താവ് അവനോട് പറഞ്ഞു. അവനെ ആൾക്കാരുടെ മധ്യത്തിൽ നിർത്തിയത് ഭോഷനാക്കാനല്ല, അവനെ സൗഖ്യമാക്കാനാണ്. കഴിഞ്ഞകാല അധ്യായങ്ങളെ പ്രദർശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ നമ്മെ അവിടെ നിന്നും പൊക്കിയെടുത്ത് ഉദ്ധരിക്കാനും ദൈവം സ്ഥിരതയുള്ളവരാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്നും കരകയറ്റണമേ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തുറക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അങ്ങനെ സഹായിക്കട്ടെ. ഉണങ്ങി വരണ്ടുപോയ അസ്ഥികളുടെ വലിയൊരു കൂമ്പാരമാണ്, താഴ്വരയിലാണ് യഗസ്കേൽ നിൽക്കുന്നത്. സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കാണിക്കുകയാണ്. മാനുഷികമായ ഒട്ടും സാധ്യതയില്ലല്ലോ. ഉണങ്ങിപ്പോയ അസ്ഥികൾ എന്നെ വീണ്ടും ജീവിപ്പിക്കുന്ന കർത്താവുണ്ട്. സ്വപ്നങ്ങൾ തകർന്ന് പ്രതീക്ഷകൾ അസ്തമിച്ച് ആകെ ബലഹീനരായിരിക്കുമ്പോൾ നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടും വരുന്ന ദിനങ്ങളിൽ ചിന്തിക്കാം. ഇന്നത്തെ ദിനത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിദ്രയും വിശ്രമവും നൽകി ഞങ്ങളെ സൂക്ഷിക്കുകയും ഉണരാനുള്ള കൃപ നൽകുകയും ചെയ്തു. ഇന്നത്തെ പ്രഭാതത്തിലൂടെ സന്നിധിയിലേക്ക് വരുമ്പോൾ
ഞങ്ങളുടെ അടഞ്ഞുപോയ ചില അധ്യായങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണർവിൻ്റെ അധ്യായങ്ങളെ തുറക്കണമേ, പ്രത്യാശയുടെ അധ്യായങ്ങളെ തുറക്കണമേ. ശവക്കുഴിയെ തുറന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾക്കൊരനുഭവമാകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും സാധ്യതകളുടെയും പുതിയ വർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.